നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. കദംബ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പ്രതിമാസ പേപ്പർ പാസുകൾ നിർത്തലാക്കി. ഓഗസ്റ്റ് 1 മുതൽ വരുമാന ചോർച്ച തടയുന്നതിനായി സ്മാർട്ട് ട്രാൻസിറ്റ് കാർഡുകൾ നിർബന്ധമാക്കും. മുമ്പ് പേപ്പർ പാസുകൾ പതിവ് യാത്രക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കിയിരുന്നു. ഓരോ യാത്രയും കണ്ടക്ടർ അടയാളപ്പെടുത്തിയുമിരുന്നു. പുതിയ സ്മാർട്ട് കാർഡുകൾ നിശ്ചിത റൂട്ടുകളിൽ ദൈനംദിന യാത്രക്കാർക്ക് ടിക്കറ്റ് ഇടപാടുകൾ ലളിതമാക്കാൻ ലക്ഷ്യമിടുന്നു. ഡിജിറ്റൽ പേയ്മെന്റിലേക്കുള്ള മാറ്റം കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുമെന്ന് മുതിർന്ന KTC ഉദ്യോഗസ്ഥൻ പറഞ്ഞു. യാത്രക്കാർ ഇനി ട്രാൻസിറ്റ് കാർഡുകൾ സ്വന്തമാക്കണം. ഇത് പേപ്പർ പാസുകൾക്ക് സമാനമായി പ്രവർത്തിക്കുന്നു. എന്നാൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യയോടെ KTC സേവനങ്ങളിൽ തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുന്നത്. ഗോവയിൽ കനത്ത മഴയെ തുടർന്ന് സർക്കാർ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം വ്യാഴാഴ്ച ശക്തമായ മഴ രേഖപ്പെടുത്തിയിരുന്നു. നോർത്ത് സൗത്ത് ഗോവ ജില്ലകൾക്ക് വെള്ളിയാഴ്ച വരെ ഓറഞ്ച് അലർട്ട് IMD പുറപ്പെടുവിച്ചു. മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ വേഗതയിൽ കനത്ത മഴയും 50 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റും പ്രവചിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജൂലൈ 4 പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ ഡയറക്ടർ ശൈലേഷ് സിംഗ്ദെയാണ് ഉത്തരവിറക്കിയത്. പരിശീലനത്തിന് നിയോഗിക്കപ്പെട്ട അധ്യാപകരെ ഒഴിവാക്കി. മഡ്ഗാവ് KPM ഉൾപ്പെടെയുള്ള റോഡുകളിൽ വെള്ളപ്പൊക്കം ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ ആക്രമിച്ചതിന് തിസുവാടി അധ്യാപികയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. സെന്റ് എസ്താവാം സ്കൂളിലെ ഒരു അധ്യാപിക വ്യാഴാഴ്ച ക്ലാസ്സിൽ ക്രിക്കറ്റ് കളിച്ചതിന് 11 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി ആരോപണം. സംഭവത്തിൽ ഓൾഡ് ഗോവ പോലീസ് കേസെടുത്തു. 4 വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അധ്യാപിക തങ്ങളെ വാക്കാലുള്ളതും ശാരീരികവുമായ രീതിയിൽ ആക്രമിച്ചതെന്ന് FIR രജിസ്റ്റർ ചെയ്തതെന്ന് നോർത്ത് ഗോവ SP രാഹുൽ ഗുപ്ത പറഞ്ഞു. ഉച്ചയ്ക്ക് 2:45 സംഭവം നടന്നത്. വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും GMCയിൽ അവരുടെ വൈദ്യപരിശോധന നടത്തിയെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ സ്കൂൾ മെമ്മോ നൽകി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും മാതാപിതാക്കൾ പരാതി നൽകുകയായിരുന്നു. ബീഫിനു പിന്നാലെ സൗത്ത് ഗോവയിൽ നിയമവിരുദ്ധമായി ആടുകളെ കശാപ്പ് ചെയ്യുന്നതും നിരീക്ഷണത്തിൽ. ആടുകളുടെയും ചെമ്മരിയാടുകളുടെയും അനധികൃത കശാപ്പിനെക്കുറിച്ചുള്ള പരാതികൾക്ക് പിന്നാലെ ഗോവ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 2015 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ വിധിയെ ഉദ്ധരിച്ച് സൗത്ത് ഗോവ ജില്ലാ കളക്ടറോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടി കളക്ടർ വെൽട്ടൺ P. ടെല്ലിസ് 8 മുനിസിപ്പൽ കൗൺസിലുകളോട് അനധികൃത കശാപ്പ് ശാലകളെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചു. മഡ്ഗാവ് മുനിസിപ്പൽ കൗൺസിൽ മട്ടൻ ഉറവിടങ്ങൾ കണ്ടെത്താൻ സർവേ ആരംഭിച്ചു. മാംസം ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്നോ ഇറക്കുമതി ചെയ്തതോ ആണോ എന്ന് പരിശോധിക്കുന്നു. ശുചിത്വ പരിശോധനയും കശാപ്പ് സർട്ടിഫിക്കേഷനും ഡോക്ടർ P. നാഗ്വെങ്കറിന്റെ പരാതി ആവശ്യപ്പെട്ടു. വ്യാഴാഴ്ച രാവിലെ ഷോർട്ട് സർക്യൂട്ട് മൂലം കലങ്കുത്തിലെ ഒരു സ്പായിൽ തീപിടുത്തമുണ്ടായി. തീപിടുത്തത്തിൽ 10 ലക്ഷം രൂപയുടെ നാശനഷ്ടം വിലയിരുത്തി. രാവിലെ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്ത തീ 8 മുറികളുള്ള കെട്ടിടത്തിലെ 1ാം നിലയിലെ എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ, മെത്തകൾ, ടവലുകൾ എന്നിവ നശിച്ചു. മപ്സ, പിലേൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ സർവീസുകൾ തീ നിയന്ത്രണ വിധേയമാക്കി. താഴത്തെ നിലയിലെ റെസ്റ്റോറന്റിലേക്ക് തീ പടരുന്നത് തടഞ്ഞു. കലങ്കുത്ത് പോലീസ് സംഭവം അന്വേഷിക്കുന്നു. കൂടുതൽ നാശനഷ്ടം തടഞ്ഞെങ്കിലും സ്പായുടെ അകത്തളം പൂർണ്ണമായും നശിച്ചു. ഫാക്ടറികൾക്ക് പിന്നാലെ കടകളിലും സ്ത്രീകളെ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ അനുവദിക്കും. ഗോവയിൽ സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ അനുമതി നൽകി ലേബർ ഡിപ്പാർട്ട്മെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ചില്ലറ വിൽപ്പനശാലകൾ, വെയർഹൌസുകൾ, കോൾ സെന്ററുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സ്ത്രീകൾക്ക് രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഒരു വിജ്ഞാപനം ഗോവയിലെ തൊഴിൽ വകുപ്പ് പുറത്തിറക്കി. കോൾ സെന്ററുകൾ, സ്റ്റാർട്ടപ്പുകൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, കാസിനോകൾ, ഭക്ഷണശാലകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ നിരവധി സ്ത്രീകൾ ഇതിനകം രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ഒരു വ്യവസായ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പെട്രോൾ പമ്പുകൾ, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകൾ, റീറ്റെയിൽ സ്റ്റോറുകൾ, ക്വിക്ക് സർവീസ് ഭക്ഷണശാലകൾ, സേവനങ്ങൾ ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ ഓഫ്ഷോറിംഗ് കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ, ടൂറിസം മേഖല എന്നിവിടങ്ങളിൽ വൈകുന്നേരം 7 മണി മുതൽ രാവിലെ 6 വരെ സ്ത്രീകളുടെ സമ്മതപത്രത്തോടെ ജോലി അനുവദിക്കും. റോറോ ഫെറികൾ നിരക്കുകൾ പ്രഖ്യാപിച്ചു. പ്രാദേശിക കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന ഉപയോക്താക്കൾക്കും സൗജന്യ യാത്രകൾ. റിബന്ദർ ചൊരാവു ഫെറി റൂട്ടിനുള്ള ഫീസ് നിരക്കുകൾ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം ചെയ്തു. പുതിയ നിരക്കുകൾ ജൂലൈ 7 മുതൽ പ്രാബല്യത്തിൽ വരും. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന റോൾ ഓൺ റോൾ ഓഫ് ഫെറികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഈ നീക്കം. തിരക്കേറിയ റൂട്ടിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന 2 റോറോ ഫെറികൾക്കും നിരക്ക് ഏർപ്പെടുത്താൻ റിവർ നാവിഗേഷൻ വകുപ്പ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ജൂൺ 13 ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതുപോലെ
ഇരുചക്ര വാഹന ഉപയോക്താക്കൾക്ക് 10 രൂപ ഫീസ് ഈടാക്കാനുള്ള നിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഒഴിവാക്കിയിരിക്കുന്നു. 10 ടൺ ഭാരം കുറഞ്ഞ ഹെവി മോട്ടോർ വാഹനങ്ങൾക്കും ഹെവി പാസഞ്ചർ വാഹനങ്ങൾക്കും ഒരു യാത്രയ്ക്ക് 400 രൂപ ടോൾ ഈടാക്കും. എന്നാൽ 6000 രൂപയ്ക്ക് മാസ പാസ് ലഭിക്കും. ചരക്കു വാഹനങ്ങൾക്ക് ഒരു ടണ്ണിന് 50 രൂപ നിരക്കിൽ ടോൾ ഈടാക്കും. എന്നാൽ റോറോ ഫെറികൾ ഉപയോഗിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് സൗജന്യ യാത്ര ലഭിക്കില്ല. വാടക ബൈക്കുകൾക്ക് ഒരു യാത്രയ്ക്ക് 100 രൂപയും വാടക കാറുകൾക്ക് 300 രൂപയും ഈടാക്കും. ടൂറിസ്റ്റുകൾക്ക് 50 രൂപ നിരക്കിൽ ടിക്കറ്റ് നൽകും. ഫെറി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പരിപാലനത്തിനുമായി സ്വകാര്യ വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നതിലൂടെ വരുമാനം ലക്ഷ്യമിടുന്നതായി അധികൃതർ പറഞ്ഞു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.